പാലക്കാട് അട്ടപ്പാടി മുക്കാലിയിൽ കാട്ടാനക്കൂട്ടം ചിന്ന പറമ്പിലെ ജനവാസ മേഖലയിലാണ് ആന എത്തിയത്. ആന ജനവാസ മേഖലയിൽ തുടരുകയാണ്. അതേസമയം അട്ടപ്പാടി പൊമ്മിയമ്പടിയിൽ കാട്ടാന ഇറങ്ങി. പൊമ്മിയമ്പടി സ്വദേശി ഹരീഷിന്റെ വീട്ടിലെ കൃഷി നശിപ്പിച്ചു. വിവരങ്ങളുമായി പാലക്കാട് നിന്ന് അജിത് ബാബു ചേരുകയാണ്. അജിത്ത്, വലിയ രീതിയിൽ കാട്ടാന ശല്യമാണ് അട്ടപ്പാടി മേഖല ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി നേരിടുന്നത്. ഈ കാട്ടാനക്കൂട്ടം എത്തി നശിപ്പിക്കുന്ന ഈ കാര്യങ്ങൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തെല്ലാമാണ്? സംഗീത സൂചിപ്പിച്ച പോലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിസന്ധിയാണ് അട്ടപ്പാടി മേഖലയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്നത്. അതായത് ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാട് കാട്ടാനകളാണ് ഒറ്റയ്ക്കും കൂട്ടമായും ഈ പ്രദേശത്തിന്റെ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തുന്നത്. അത് ആളുകൾക്ക് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വലിയ ശ്രമത്തിനുൾപ്പെടെയൊക്കെ നടത്തിയതിനു ശേഷമാണ് ഈ ആനകളെ തിരിച്ച് കാട് കയറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഇത്തരത്തിൽ അട്ടപ്പാടിയിലുണ്ടായ മുക്കാലിയിലെത്തിയ കാട്ടാനക്കൂട്ടം ഇതുവരെയും കാട് കയറിയിട്ടില്ല. RRT സംഘമൊക്കെ ഈ ആനക്കൂട്ടത്തെ കാട് കയറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. പടക്കം ഉൾപ്പെടെ പൊട്ടിച്ചുകൊണ്ട് ആനകളെ ഭയത്തിൽ കാട്ടിലേക്ക് കയറ്റാനുള്ള ശ്രമം തുടരുന്നുണ്ടെങ്കിലും ഈ കാട്ടാനക്കൂട്ടം ഇതുവരെ പൂർണ്ണമായും വനമേഖലയിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതോടൊപ്പം തന്നെയാണ് ഇന്ന് രാവിലെ 3:30യോടുകൂടി നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഇത്തരത്തിൽ ഒരു കാട്ടാന ഇത്തരത്തിൽ ഈ ഹരീഷിന്റെ വീടിന്റെ ചുറ്റും എത്തുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അവിടെ ആ വീടിന് ചുറ്റും നടക്കുകയും അതിനുശേഷം കൃഷി നശിപ്പിക്കുകയും ഉൾപ്പെടെ ചെയ്തു. രാവിലെ 6 മണിയോടുകൂടി ഈ ആന കാട്ടിലേക്ക് തിരികെ പോയിട്ടുണ്ട്. വലിയ പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോൾ ഇപ്പോൾ അട്ടപ്പാടിയിൽ വലിയ തരത്തിലുള്ള കോട ഉൾപ്പെടെയുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആനയെ നേരിട്ട് കാണാൻ പോലും കഴിയാത്ത സാഹചര്യമാണ് അപ്പോൾ ഉണ്ടാകുന്നത് തന്നെയാണ്. ജനങ്ങളും ഇത് തന്നെയാണ് വലിയ തീർച്ചയായും എന്താണെങ്കിലും അജിത്ത്, വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് അട്ടപ്പാടി മേഖല അഭിമുഖീകരിക്കുന്നത്. കഴിഞ്ഞ കുറെ ദിവസങ്ങളായി കാട്ടാന ആക്രമണത്തിന്റെ വിവരങ്ങൾ തന്നെയാണ്, കാട്ടാന സാന്നിധ്യത്തിന്റെ വിവരങ്ങളുമാണ് അട്ടപ്പാടിയിൽ നിന്ന് വരുന്നത്.